ചേട്ടാ ബിരിയാണിയൊക്കെ ശോകമാണല്ലോ. എന്റെ പൊന്നു മോനെ, അതുകൊണ്ടായിരിക്കും കേരളത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ ബിരിയാണി വെക്കുന്ന ക്ലൗഡ് കിച്ചൺ ഞങ്ങളുടെ ആയതല്ലേ. നീക്ക് എവിടുന്ന് വരുന്നടാ? ഏ? ഇവന്താ എപ്പോഴും നിന്റെ അടുത്തൊരു പുച്ഛം. നിനക്ക് ബിരിയാണി എന്താണെന്ന് അറിയില്ല. നീയാണല്ലോ കോടതി. സർ, ഒരു മോശം റിവ്യൂ കണ്ടു താങ്കളുടെ റെസ്റ്റോറന്റിനെ കുറിച്ച്. ഇനി കമന്റ്സ് ഓൺ ദാറ്റ്. വി ഡോണ്ട് ഹാവ് ടൈം ഫോർ ലൂസേഴ്സ്. You talk too much. I'll kick your face and get out. You talking nonsense. മറ്റുള്ളവരുടെ റെസ്റ്റോറന്റിൽ കയറിയിട്ട് അവിടുത്തെ ഭക്ഷണത്തെ കുറിച്ചെല്ലാം കീറൊട്ടിച്ചിരുന്ന മൃണാൾ ഒരു റെസ്റ്റോറന്റ് തുടങ്ങിയപ്പോൾ ആ റെസ്റ്റോറന്റിലെ ഭക്ഷണത്തെ കുറിച്ച് എല്ലാവർക്കും മോശം അഭിപ്രായം മാത്രമേ പറയാനൂ. ഫുഡ് പോരാ, നല്ല ഈച്ച ശല്യം തുടങ്ങിയ ഒരുപാട് കംപ്ലൈന്റുകൾ മൃണാളിന്റെ റെസ്റ്റോറന്റിനെ കുറിച്ച് വരുന്നുണ്ട്. പക്ഷെ മൃണാൾ ഇതൊന്നും ആക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറാവുന്നില്ല എന്നുള്ളത്. ഈച്ചയൊക്കെ വന്നിരുന്ന ഭക്ഷണമാണ് ഇവിടുത്തെ ആൾക്കാർക്ക് വിളമ്പുന്നത്. ഇത് ഞാൻ വളർത്തുന്ന ഈച്ചയൊന്നുമല്ല. അതുകൊണ്ട് തന്നെ അയ്യോ ഈച്ച ഇവിടെ വരില്ലെന്ന് പറഞ്ഞ ഈച്ച അനുസരിക്കാനും മുല്ല. ഇവിടെയുള്ള എല്ലാവരും ഇതൊക്കെ കഴിക്കുന്നേ, ഇവിടെ ഇങ്ങനെയൊക്കെ കിട്ടുള്ളൂ. അങ്ങനെ പറഞ്ഞു കൊടുക്കും സാറേ. മാത്രവുമല്ല, തന്റെ റെസ്റ്റോറന്റിനെ വിമർശിക്കുന്നവരെല്ലാം മൃണാൾ കളിയാക്കുകയും കൂടിയാണ് ചെയ്യുന്നത്. ഈ കൈ കൊണ്ടാണോ താൻ ഇവിടുത്തെ സാധനങ്ങൾ എടുത്തുകൊണ്ടേ വെക്കുന്നത്? ക്ലീൻ ചെയ്തൂടെ? പിന്നെ എനിക്കിവിടെ തൂറാൻ പോലും സമയം കിട്ടല്ലോ. അതിനിടക്കല്ലേ കൈയുടെ നഖം വെട്ടാൻ പോണത്. എനിക്ക് തന്റെ ഭക്ഷണം വേണ്ട. 5-8 ദിവസം ഞാൻ കുളിക്കാത്തതിന് ആർക്കും ഒരു പരാതിയില്ല. ഇപ്പൊ നഖം വെട്ടാത്തതിന്റെ പ്രശ്നം. ആര് കഴിക്കാറ് ഇതാ